എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. ഓക്കെ, ഇന്ന് സിനിമക്ക് പോകണം കരുതിയിട്ടുണ്ടായിരുന്നു, വേണ്ടാൻ തീരുമാനിച്ചു. ലാൽ സലാം മുഞ്ചി കാണാൻ താല്പര്യം പോയി, മൂടും പോയി. പിന്നെ അതുപോലെ പലയിടങ്ങളിലും ഷോയും നടക്കുന്നില്ല എന്നൊക്കെ കേട്ടു. ആള് വേണ്ടല്ലേ? ഹെഡ് ഫൈനലി ഐ ഗോട്ട് ഇറ്റ്. ഓക്കെ, പോന്നോട്ടെ. ഫസ്റ്റ് കിഴി. ഫസ്റ്റ് കിഴി സീക്രട്ട്. ഓക്കെ, അടുത്ത കിഴി എടുത്തു. അല്ല, സീക്രട്ട് സീക്രട്ടാണ് ഇവനങ്ങനെ പറഞ്ഞു. അടുത്ത കിഴി. ഓക്കെ, സീക്രട്ട് എസ്.എൻ. സ്വാമി ഒരുക്കുന്ന സിനിമയാണ്. അല്ല, പരസ്യമാക്കി, എല്ലാവരും ഇത് പരസ്യമാക്കിയിട്ടുണ്ടല്ലോ. എസ്.എൻ. സ്വാമിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ആൾ തന്നെയാണ് സ്ക്രിപ്റ്റ്. ജേക്സ് ബിജോയ് ആണ് ഇതിൻ്റെ മ്യൂസിക്. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ നായകനാവുന്ന സിനിമ. അതെ, ധ്യാൻ ശ്രീനിവാസൻ എത്രണ്ണത്? എണ്ണത്തിൽ കൂടുതലുണ്ടല്ലോ. എന്താണ് ജേക്സ് ബിജോയ് ആണല്ലേ മ്യൂസിക്? അല്ലേ, ഇതിപ്പോ ഇന്റർവ്യൂ ആയിട്ട് എടുക്കാം. ഒന്നാണെങ്കിൽ തന്നെ എന്റർടൈൻമെന്റാ. അത് എത്രയും ധ്യാൻ ശ്രീനിവാസന്മാരുണ്ടെങ്കിൽ എത്ര എന്റർടൈൻമെന്റ് ഉണ്ടാവും. എന്റർടൈൻമെന്റിന്റെ കളിയായിരിക്കും. ഓ, അവിടെ ഇവിടെ ഒക്കെ അതിന്റെ ആയിരിക്കും. അടുത്ത കീഴ് എടുത്തിട്ടുണ്ട്. പറഞ്ഞോ. ചിയാൻ 62 സിനിമയില് S.J. സൂര്യ ഓൺ ബോർഡ്. അരുൺകുമാറാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. 62ന്റെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ചെറിയൊരു വീഡിയോ. ഗംഭീരം, മോശമില്ല. ചിറ്റയ്ക്ക് ശേഷം അരുൺകുമാർ ചെയ്യുന്ന സിനിമ. ചിറ്റയും വേറെ ഏതൊരു സിനിമ ഉണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത സിനിമ കുരുവിപ്പാപ്പ. അങ്ങനെ പറ, പാപ്പ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറ. അല്ലാണ്ട് വാ വാ എന്ന് പറഞ്ഞോണ്ട് പോവാ. കുരുവിപ്പാപ്പടാ, കുരുവിപ്പാപ്പ. അങ്ങനെ പറ. നമ്മുടെ നാട്ടില് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് കേട്ടോ, കുരുവിപ്പാപ്പ. നമ്മുടെ ഫ്രണ്ടൊക്കെയാണ് അതിന് ലൊക്കേഷനൊക്കെ സെറ്റ് ആയി കൊടുത്തത്. ചെറുക്കന് ഇരിക്കട്ടെ, ആളുടെ പേര് സജീർ ബച്ചൻ. ഒരു ക്രെഡിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇനി അവനായിട്ടൊരു 10 വ്യൂസ് ഉണ്ടായി തന്നാലേ എന്റെ പേര് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ അവന്റെ കുടുംബത്തിന്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ടാല്. കേരളത്തിലാണ് വലിയ ചാനലാണ്. തള്ളുമ്പോ അതും കൂടി കൂട്ടി തള്ളാണല്ലോ. അങ്ങനെ പറയാനല്ലേ. എന്തായാലും മച്ചാനെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നമുണ്ട്, കൂടെ വേറെ ആളും ഉണ്ടായിരുന്നു, അരുൺ വിജയ്. അത് പിന്നെ ആ പേര് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് പറയാറുള്ളതാണ്. ഒരു ഉപകാരമില്ല, ഒരാളെ പോലും കാണിച്ചു കൊടുക്കൂല. അപ്പൊ അത് വെട്ടി ഒരാള് മാത്രമേ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും കുരുവിപ്പാപ്പ നമ്മുടെ വിനീതാണ് ഇതിൽ നായകനായി വരുന്നത്. പിന്നെ മെഗാസ്റ്റാർ, അതായത് ലോകത്തിലെ ഒരേ ഒരു മെഗാസ്റ്റാർ കൈലാഷ് പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. പിന്നെ ലാൽ ജോസ്, മുക്ത, ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. സിനിമയുടെ റിലീസ് ഡേറ്റ് മാർച്ച് 1. ജോഷി ജോൺ ആണ് കേട്ടോ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അതെ, എന്താണെങ്കിലും നിലമ്പൂര് ആയിരുന്നു ലൊക്കേഷൻസ് ഒക്കെ കൂടുതലുള്ള. അതെ, വരട്ടെ. കുരുവിപ്പാപ്പ എന്താണ് ആ ജോണർ? അടുത്ത റിയൽ സ്റ്റോറിയാന്നൊക്കെ പറയുന്നത്. എന്താവോ? തെക്ക് വടക്ക്. തെക്ക് വടക്കോ? തെക്കിന് ഓപ്പോസിറ്റ് വടക്ക് തന്നെയല്ലേ. പിന്നെ തെക്ക് വടക്ക് സിനിമയുടെ പേരാണ്. സുരാജും വിനായകനും ഒരുമിക്കുന്ന സിനിമയാണ്. പ്രേം ശങ്കറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സിനിമയുടെ പൂജ 12-ാം തീയതി ഫെബ്രുവരി 12-ന് നടക്കും. അതാരാണ് തെക്ക് ആരാണ് വടക്ക് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത കിഴി ഭ്രമയുഗം. ഭ്രമയുഗം സിനിമ ഫെബ്രുവരി 15-ന് റിലീസിനെത്തുകയാണല്ലോ. അപ്പോൾ ഓരോ ദിവസങ്ങളിലും ഇപ്പോൾ 7 days to go, 6 days to go, 5 days to go, അങ്ങനെ ഓരോ പോസ്റ്റേഴ്സ് ഇവർ ഇറക്കുന്നുണ്ട്. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഓരോ പോസ്റ്റേഴ്സ് ഭയങ്കര വെറൈറ്റിയാണ്. അതാണ് അതിൻ്റെ ഒരു രസം. ഇപ്പം നമ്മൾ 7 ദിവസത്തിൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 7-ന്റെ നമ്മൾ കാണിച്ചായിരുന്നു. ഇങ്ങനെ മറ്റേ മാറാലെ കൂടി 7. ഇപ്പം 6-ന്റെ വന്നിട്ടുണ്ട്. 6 വിളക്കിൻ്റെ ഉള്ളിൽ നിന്ന് തീ കത്തിയിട്ട് അതിന്റെ പുക 6 വരുന്നു. അത് കലക്കി 5 വന്നിട്ടുണ്ട്. 5 പേരുണ്ട്. അത് ആ ഒരു പാടാണ്, കൈപ്പാടാണ്. കൈപ്പാങ്ങൊന്നും പറയരുത്, കൈപ്പാടൊന്നും വിട്ടു. അതായത് ബ്ലഡ് ആണോ അതങ്ങനെ ഒരു പാട് കാണിക്കുന്നു മാത്രം. എന്തോ ഒരു മഷിയൊക്കെ ആക്കി എടുത്ത പോലെ. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ചോരയൊന്നും പറഞ്ഞില്ലല്ലോ, വെള്ളം മുക്കിയിട്ട് വെച്ചാലും മതി.
കുറച്ച് കൂടിയോ? എന്താണ് പേപ്പറിൽ വെള്ളം മുക്കിയിട്ട് വെച്ചോ ഉണ്ടോന്ന് കൈ വരുമോ? പക്ഷെ പേപ്പറിലല്ലല്ലോ വെച്ചിട്ടുള്ളത്, ചുമരിൽ അവിടെയും വരും. പക്ഷെ ഇയാളെ കൊണ്ട് ആ വെള്ളം നല്ല നനഞ്ഞു വെക്കുന്ന അങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ പോരെ. ഓക്കെ എന്തായാലും പിന്നെ ഇന്നാണ് സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വരുന്നത്. 8:30 ഇന്ത്യൻ സമയം. അതിൻ്റെ ഡ്യൂറേഷൻ 2 മിനിറ്റും 41 സെക്കൻഡും ഡ്യൂറേഷൻ. ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രി തകർക്കാം. ഇവര് കുറച്ച് രാത്രിക്കൊക്കെ കൂട്ടിയോ? 8:30 ആകുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. പ്രശ്നം തന്നെയാണ്. ഇരട്ട് കൂടുന്നതനുസരിച്ച് പേടി വരുന്നുള്ളതിനനുസരിച്ചാണോ? കാരണം അല്ല, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ആ സമയത്തൊക്കെ എല്ലാവരും തിയേറ്ററിലൊക്കെ ആയിരിക്കും ഈ സിനിമകൾ. ഒന്നാമത് സാറ്റർഡേ സൺഡേ. പ്രേമലും അന്വേഷിപ്പും കണ്ടതും ഒക്കെ അത്യാവശ്യം നല്ല റെസ്പോൺസിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്തായാലും തിയേറ്ററിലൊക്കെ ആയിരിക്കും ഇത് വരുന്ന സമയത്ത് ഒരു 5:30 6 മണിക്കൊക്കെ വരാം. എന്നാ കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടിയത്. അടുത്തത് ഓതിരം കടകം. നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ചെന്ന സമയത്ത് സൗബിനോട് ഒരു ചോദ്യം വന്നതാണ്, ദുൽഖറിനെ വെച്ചിട്ട് ചെയ്യാനായിരുന്നു ഓതിരം കടകം, എന്തായി എന്നുള്ളത്. അപ്പൊ ആള് പറഞ്ഞ മറുപടി ഉടനെ തന്നെ ആരംഭിക്കും എന്നാണ് കേട്ടോ. അതിന്റെ കാര്യങ്ങൾ നടക്കുന്നു, സിനിമ ഉടനെ ഉണ്ടാകും ചെയ്യുന്നു. എനിക്കത് വെറുതെ പ്രൊമോഷൻ്റെ കേട്ടല്ലേ? പ്രൊമോഷൻ്റെ കേട്ടോ, അതൊന്ന് ആ പ്രൊമോഷൻ കയറിക്കോട്ടെ എന്ന് എഴുതിയിട്ട് തന്നെ ആയിരിക്കും, അല്ലാണ്ട് ക്ലിപ്പ് പോവാൻ. ഇത് ശ്രദ്ധിക്കണേ, അതായത് ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും സിനിമ വരുമ്പോൾ അതിൽ ഏതെങ്കിലും സിനിമയുടെ 2ാം ഭാഗത്തിനെ കുറിച്ച് പ്രത്യേകം വലിയ കാര്യങ്ങൾ ചോദിക്കും. അല്ലെങ്കിൽ ആള് തന്നെ അങ്ങോട്ട് പറഞ്ഞിടും, പറഞ്ഞിടും. അത് ചർച്ചക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണത്. നമുക്ക് അറിഞ്ഞൂടെ? അല്ല, സംഭവം എന്തായാലും ഉദരം കടകം വരട്ടെ. അടുത്ത കീഴ് ബാരോസ്. ഡയറക്ടർ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ബാരോസ് സിനിമ സോണി സ്റ്റുഡിയോയിൽ ലാലേട്ടൻ നേരിട്ടെത്തി കണ്ടിട്ടുണ്ട്. പിന്നെ കൂടെ മാർക്ക് കിലിയനും പിന്നെ ജോനാഥൻ മില്ലർ ഇവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ സംഭവം അതിലെ ബാക്കിലുള്ള പിക്ക് ലാലേട്ടൻ്റെ തന്നെയാണ്. ലാലേട്ടൻ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നിട്ടുള്ള രീതിയിലുള്ള ഒരു ഭൂതത്തിന്റെ ലുക്ക് തന്നെ. എന്താണോ അവസ്ഥ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. സംഭവം പാൻ വേൾഡ് തന്നെ അതാണ്. പക്ഷെ സിനിമ എങ്ങനെയുണ്ടാവും? ഇപ്പൊ പാൻ വേൾഡ് ആയിട്ട് കാര്യമില്ലല്ലോ. സിനിമനെ കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല, ഒന്നും പറയും വേണ്ട. ഞങ്ങൾക്ക് തീരെ പ്രതീക്ഷ സത്യമായിട്ട് നമ്മൾ ആദ്യം പോലെ പറയുന്ന സാധനം കേട്ടോ. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ പറയും തന്നെ പറഞ്ഞാൽ മതി, അറിയും നല്ല വിജയിച്ചോളൂ. അടുത്തത് കടകൻ. കടകൻ സിനിമയുടെ സെക്കൻഡ് വീഡിയോ സോങ് ഇന്ന് 5 മണിക്ക് വരുന്നുണ്ട്. LJP ആണ് റിലീസ് ചെയ്യുന്നത്. നമ്മുടെ നിലമ്പൂരുകാരുടെ സിനിമയാണ്. നിലമ്പൂരല്ല, സോറി, മമ്പാട്, നമ്മുടെ നാട്ടുകാർ തന്നെയാണ്. എന്താണെങ്കിലും ഫസ്റ്റ് സോങ് അടിപൊളിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് വീഡിയോ സോങ് ഒരു രക്ഷയിലായിരുന്നു. അതിന്റെ ബാക്കി ആവട്ടെ. സിനിമ കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുന്നത് വേഫർ ഫിലിംസ് ആട്ടോ. ഓക്കെ, അടുത്ത കിഴി വേട്ടയ്യൻ. നിങ്ങൾക്ക് വലുതൊന്നും കിട്ടാതെ. വേണ്ട അങ്ങനത്തെ ഒരു നിർബന്ധമില്ല. വായിച്ചോ, വേണ്ട പറഞ്ഞോ, അയച്ചോടാ. ജീവിതത്തിൽ ഒരു ടോസും കിട്ടിയത് വിജയിക്കാൻ പോണതിന്റെ ഒരു ആവേശം. ഇനിയുണ്ട് 3 എണ്ണം കിഴി കേട്ടല്ലോ. നിനക്ക് മറുപടി ചിരി അത് തന്നെ. അത് ഒതുങ്ങി അങ്ങ് പോകുന്നു വേണ്ട, ചിരിച്ചോണ്ട് പോന്നോട്ടെ. പറ, അതിന്റെ അപ്ഡേഷൻ കൊടുക്കണ. ഞാൻ ചിരിച്ചോണ്ട് അത് തന്നെ സത്യം. ഓക്കെ, വേട്ടയ്യൻ സിനിമയുടെ ഷെഡ്യൂള് എന്തൊക്കെയായിരുന്നു? ഇതിന്റെ സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? സിനിമയുടെ ഹൈദരാബാദ് ഷൂട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 22-ാം തീയതി ഷൂട്ട് തീരുകയാണ്. അതിനുശേഷം മാർച്ചോട് കൂടി സിനിമ കംപ്ലീറ്റ് ഫുൾ ഷൂട്ട്. ഇതായിരുന്നല്ലേ ഞാൻ ഈ ഒരു കൺഫ്യൂഷൻ്റെ മനസ്സിൽ വന്നു. അതായത് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, ഋതിക സിംഗ് പിന്നെ നമ്മുടെ ഫഹദ് ഫാസിൽ ഇവരൊക്കെ അങ്ങനെ ഒരു ഏതോ ഒരു ഓഫീസോ അങ്ങനത്തെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. ഞാൻ അതാണ് ഇതിലെ അപ്ഡേറ്റ്സ്. കൺഫ്യൂഷൻ അടിച്ച് ചത്തേനെ. എന്നിട്ട് ഒരു ഇളി വിളിച്ചോണ്ടിരിക്കുക അവിടെ പറയാൻ കിട്ടാഞ്ഞിട്ട്. ഈ സാധനം തന്നെ. അടുത്തത് ശശികുമാർ നെക്സ്റ്റ് മൂവി. ഫ്രീഡം എന്നാണ് സിനിമയ്ക്ക് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. സത്യശിവയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ആളുടെ ലാസ്റ്റത്തെ സിനിമ ഏതായിരുന്നു? അയ്യോ ആദ്യമല്ല, അയ്യോ യോതി അല്ലേ? നോക്കാം.
മറന്നുപോയതാ, ഓർത്ത് വെച്ചോണ്ടിരുന്നു. മറന്നുപോയി സുഹൃത്തുക്കളെ, മറന്നുപോയി. അയോധ്യ നാട്ടോ വിളിയാ. അയോധ്യ. അയോധ്യക്ക് ശേഷം വരുന്ന ശശികുമാറിന്റെ മൂവി കേട്ടോ. ഓക്കെ. ഫ്രീഡം. നമ്മുടെ ലിജിമോളല്ലേ അതിൽ നായികയായിട്ട് വരുന്നത്. ഓക്കെ. അടുത്ത കിഴി ഗെറ്റ് സെറ്റ് ബേബേ. ഗെറ്റ് സെറ്റ് ബേബയുടെ ഒരുപാട് കാസ്റ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. കാസ്റ്റിംഗ് ആരൊക്കെയാണെന്ന് എനിക്ക് അല്ല, ഞാനേ അതാ ഈ നോക്കിക്കൊണ്ടിരുന്നത്. അഹങ്കാരം തലക്ക് പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അതായത് ഇതിന്റെ ഒരു ടീമിന്റെ ഫുൾ ഓൺ ബോർഡ് ആയിട്ടുള്ള ഒരു ടീമിന്റെ മൊത്തം ലിസ്റ്റും വിട്ടിട്ടുണ്ട്. ആരൊക്കെയാണത് പറയൂ, എന്നെ സഹായിക്കൂ. അങ്ങനെ പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെമ്പൻ വിനോദിന്റെ ആദ്യ ക്യാരക്ടർ സെലക്ട് ചെയ്തതാണ്. ഇപ്പൊ പുണ്യ എലിസബത്ത്, മീര വാസുദേവ്, പിന്നെ അഭിരാം. നമ്മുടെ മഞ്ഞമ്മൽ വോയിസിലൊക്കെ ഉള്ളതാണ്, ഭയങ്കര ഫേമസ് ആക്ടറാണ് അഭിരാം. പിന്നെ ഷിബില ഫറ, അറിയോ? അറിയില്ല. ഷിബില ഫറാനെ അറിയില്ല? പിന്നെ എടാ എന്താ പറയാ, സോമന്റെ കൃതാവിലൊക്കെ നായികയായിട്ട് വന്നത്. അടിപൊളി. അടുത്തത് സുധീഷ്. നമ്മളെ സുധീഷ് നമ്മളെ ഓംലെറ്റ് എന്ന് പറഞ്ഞില്ല. അടുത്തത് സുരഭി. സുരഭി നമ്മുടെ സൈക്കോ. ഏത് സുരഭി, ആ സുരഭിയാണ്. അടുത്തത് കൃഷ്ണപ്രസാദ്. ഫുള്ള് പറയുന്നു. അടുത്തത് മുത്തുമണി. വേറെയാണ് ഓൺ ബോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യം ഓൺ ബോർഡ് ആയ ഒരാളുണ്ട്, ഉണ്ണിമുന്തൻ നായകനാണ്. മാത്രം വിട്ടുപോയിന്ന്, ബാക്കി എല്ലാവരെയും പറഞ്ഞു, അയാളെ മാത്രം വിട്ടുപോയിന്ന്. പഴെടുക്കടാ. ഇനി ആരാ? ഞാനാണ്. ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ പറഞ്ഞു, നീ ഇങ്ങനെ വെറുതെ ഇരുന്നോ? ജയിച്ചതിന്റെ തളപ്പില്. അതാണ് അത് മനഃപൂർവ്വമല്ല, ഞാൻ ചൊറിഞ്ഞതാണ്. നമ്മുടെ നാഗാർജുനയുടെ മൂവിയാണ്. പൊറിഞ്ചു മറിയം ജോസ് എന്ന മലയാള സിനിമയുടെ റീമേക്ക്. സിനിമ OTT റിലീസിനായിട്ട് എത്തുന്നുണ്ട് ഫെബ്രുവരി 17 ഹോട്ട്സ്റ്റാർ. അപ്പം കിഴി എപ്പിസോഡ് കൊടുത്തിരുന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്ക്. ബൈ. ജയം സമ്മതിക്കാനല്ലോ, നീ എടുത്തോണ്ട് പോയിക്കോ. അല്ല, ഞാൻ എന്തിനാ എടുത്തിരുന്നേ? നിന്റെ കിഴി തുറന്നു കഴിഞ്ഞിട്ട് അതിനുള്ളത് ഞാൻ പറയണം. ഇതെല്ലാം പറയും വേണം, എന്നിട്ട് ഇതെടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കും. പണിഷ്മെന്റ് അഹങ്കാരം കയറി കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അത് സത്യം.